3 മാസമായിട്ട് കുടിശ്ശികയാണല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ്റെ ശമ്പളം കുടിശ്ശികയാണോ? കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? MLA മാർക്ക് MP മാർക്ക് കിട്ടുന്നില്ലേ? ഈ പാവം ആശാ വർക്കർമാരുടെ ശമ്പള കുടിശ്ശിക വരുത്തുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? ശമ്പളം വാങ്ങിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നാണമുണ്ടോ? വീണ ജോർജിനോടൊന്നും ഞാൻ പറയുന്നില്ല, പറയുകയാണെങ്കിൽ പിണറായി വിജയനോട് പറയാന്നല്ലാതെ വീണ ജോർജിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിനേക്കാൾ കൂടുതൽ വീണ വിജയനോട് പറയുന്നതായിരിക്കും. ഈ കേരളത്തിലെ കോവിഡിൻ്റെ മരണസംഖ്യ ഇത്രയും ചെറിയ തരത്തിൽ പിടിച്ചു നിർത്തി ഇന്നും ഈ കോവിഡ് കൊണ്ട് ആൾക്കാർ മരിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആശാ വർക്കർ. ആളുകളെ പട്ടിണിക്കിട്ട് ഓരോ കുഗ്രാമങ്ങളിൽ ഒതുക്കിയിട്ട് അവരെ നിരാശരാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ഈ വർക്കേഴ്സ് അസോസിയേഷൻ അത് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാനും സദാനന്ദനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇന്ന് വന്നിട്ട് തുടങ്ങിയതല്ല. ഞങ്ങൾ രണ്ടുപേരും സൈക്കിളിലാണ് പോയിരുന്നത്. സദാനന്ദനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഇല്ലേ? ചേളന്നൂർ SM കോളേജിലെ SFIയുടെ നേതാവായിരുന്നു സദാനന്ദൻ. ഞാൻ SFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു കോഴിക്കോട്. പിന്നീട് അദ്ദേഹം SUCIയുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ സമുന്നതനായ നേതൃസ്ഥാനീയനായിട്ട് നിൽക്കുകയാണ്. ആ പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ബന്ധമുണ്ടാവാം, ബന്ധമില്ലാതിരിക്കാം. SUCI എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി യാതൊരു വഞ്ചനയും ചതിയും കളവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവരൊരു കമ്മ്യൂൺ ലൈഫ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തെന്ന് പറഞ്ഞാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അംശം നമ്മൾ കാണണമെങ്കിൽ SUCIയുടെ ഓഫീസിൽ ചെന്നാൽ മതി എന്ന് ഞാൻ പലരോടും പറയാൻ. എൻ്റെ സഹോദരിമാരെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് വേറൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന, പൊക്കം മാത്രമല്ല, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള കൺട്രോൾ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള VK രവീന്ദ്രൻ. അദ്ദേഹം നിങ്ങളായിട്ട് നല്ല അടുപ്പമാണ്. കാരണം കേരയിൽ സമരത്തിൽ അദ്ദേഹം എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷണിച്ചനുസരിച്ച്. ഈ കാര്യത്തിൽ ഞാൻ ഒരു വലിയ പ്രസംഗമൊന്നും ചെയ്യേണ്ട കാര്യം, ഈ ആശാ വർക്കർ, ആശ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഷോർട്ട് ഫോം ആണല്ലോ ഇല്ലേ? അതെ, അക്രഡിറ്റഡ് ആണ്. ആ അക്രഡിറ്റ് തന്നെ ഉള്ളൂ, ആശ എന്നുള്ള പേരേ ഉള്ളൂ. സംഗതി നിരാശയാണ്. ഇപ്പം ആശാ വർക്കർമാരൊക്കെ നിരാശാ വർക്കർമാരായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്ലാനിംഗ് ബോർഡിലുള്ളപ്പോഴാണ് ആശാ വർക്കർക്കും അംഗനവാടി ടീച്ചർക്കും ഒരു പൈസ കൂട്ടിക്കൊടുക്കാൻ മുനീർ മന്ത്രിയായിരുന്ന കാലത്ത് തീരുമാനമെടുത്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല. മറ്റെല്ലാവർക്കും ശമ്പളവും DA ഒക്കെ കൂടുന്നുണ്ട്. ആ DA കൂടുന്ന സമയത്ത് ആശാ വർക്കർക്ക് ഒരു കാര്യമില്ല. ആശാ വർക്കർമാരെയൊക്കെ അയിത്തജാതിക്കാരെ പോലെ 30 അടി അകലെ നിർത്തിയിരിക്കുക. അവരൊന്നും ഇവിടെ വരാൻ പാടില്ല, സെക്രട്ടേറിയറ്റ് കയറാൻ പാടില്ല, കളക്ടറേറ്റ് കയറാൻ പാടില്ല. പക്ഷേ ആശാ വർക്കറുടെ ശക്തിയും പ്രസക്തിയും ആത്മാർത്ഥതയും അർപ്പണവും നമ്മൾ കണ്ടതപ്പോഴാണ് കോവിഡിലാണ്. അപ്പോൾ നമ്മുടെ കളക്ടർമാർ ചോദിക്കുകയാണ്, ആശ എവിടെ? ഗൾഫിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ ചോദിക്കുന്നു, ആശ എവിടെ? ഇപ്പം ആശ ആർക്കും വേണ്ട. കാര്യം കഴിഞ്ഞപ്പോൾ ആർക്കും ആശ വേണ്ട. വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ വെറുതെ പ്രകീർത്തിക്കുന്നതല്ല. കേരളത്തിൽ താരതമ്യേന മരണം കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിലധികം ആൾ മരിച്ചു, അത് വേറെ വിഷയം. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ മരണം കുറവായിരുന്നു. ഇനി മരിച്ച ആളുകളുടെ കണക്ക് കൊടുക്കാത്തതും കൂടെ കൂട്ടിയാൽ 1.5 ലക്ഷം പേരാണ് മരിച്ചത്. പക്ഷേ നമ്മുടെ ഇരട്ടി ജനസംഖ്യയുള്ള തമിഴ്നാട്ടിൽ അപ്പം 3 ലക്ഷം ആളല്ലേ മരിക്കേണ്ടത്, 6 ലക്ഷം 7 ലക്ഷം ആൾ മരിച്ചു. ഈ കേരളത്തിലെ കോവിഡിൻ്റെ മരണസംഖ്യ ഇത്രയും ചെറിയ തരത്തിൽ പിടിച്ചു നിർത്തി ഇന്നും ഈ കോവിഡ് കൊണ്ട് ആൾക്കാർ മരിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആശാ വർക്കർ. ഡോക്ടർമാർക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ശ്വാസം കിട്ടില്ല. ഞാനൊരു ഓക്സിജൻ സിലിണ്ടർ കടം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊടുന്ന് വെച്ച്, ഭാഗ്യത്തിന് എനിക്കിത് കണ്ടിട്ടായിരിക്കും എനിക്ക് കോവിഡ് വന്നില്ല.
പക്ഷെ നിങ്ങളിൽ പലർക്കും കോവിഡ് വന്നില്ലേ? ആ കോവിഡ് വന്നവരൊന്ന് കൈ വന്നിച്ചേ. കേട്ടോ, അധികം പേർക്ക് വന്നില്ല. കാരണം നിങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടാണ് വരാത്തത്. വന്നോ? എന്തായാലും ഞാനൊരു പരീക്ഷണം നടത്തിയതാ. നിങ്ങൾക്ക് കോവിഡ് വരാതിരിക്കാൻ ഭൂരിപക്ഷം പേർക്കും കോവിഡ് വന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വിധത്തിൽ നിങ്ങൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഈ കോവിഡ് വീടുകളിലൊക്കെ പോയി. ബാക്കി വലിയ പേടിത്തൊണ്ടന്മാരായ പൈസക്കാരൊന്നും ഒരാളെയും അങ്ങോട്ട് കയറ്റില്ല. ഞാൻ ഇലക്ഷൻ കാലത്ത് ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് വീട്ടിൽ ചെന്ന് വലിയ പൈസക്കാരൻ്റെ വീടാണ്. ഇവിടെ ഈ നോട്ടീസൊന്ന് വാങ്ങിച്ചാൽ കോവിഡ് പിടിക്കുമോ? അത് നോട്ടീസ് അവിടെ എറിഞ്ഞിട്ട് പോകോളാൻ എന്നോട് പറഞ്ഞു. അയാൾ പിന്നെ കോവിഡ് ഒന്ന് മരിച്ചുപോയി. കാരണം വന്ന വഴിക്ക് അയാൾ പോയി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബവും നോക്കാതെ, നിങ്ങളുടെ പ്രതിസന്ധികൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളൊക്കെ ആകെ കൂടെ ഏണിംഗ് മെമ്പേഴ്സ് നോക്കാതെ നിങ്ങൾ പണിയെടുത്തത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടു. ഇന്ത്യയിലെ ആശാവർക്കർമാർ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ആശാവർക്കർമാരുണ്ട്. അംഗൻവാടി ടീച്ചറും ആശാവർക്കറുമാണ് ഇന്ന് ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ. എൻ്റെ 2 പെൺകുട്ടികളാണ് എനിക്ക്. ഞാനൊരു കുടുംബ വർത്തമാനം പറയുകയാണ്. അവർ ജാർഖണ്ഡിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെയുള്ള കാടുകളിൽ പോയി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർ പഠിക്കുകയും റിസർച്ച് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഹെൽത്തിൽ അംഗൻവാടി ഇല്ല, പക്ഷേ വിദ്യാഭ്യാസത്തിൽ അംഗൻവാടി ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അംഗൻവാടിയും ആശയും 2 കൂട്ടരും തുല്യ ദുഃഖിതരാ. നിങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. അവർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രയാസകരമായതും ആയ പണി ചെയ്യുകയും എന്നാൽ ഏറ്റവും കുറച്ച് കൂലി കിട്ടുകയും ചെയ്യുന്ന 2 വിഭാഗമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പണക്കം മാറ്റി വെച്ച് നിങ്ങളും കൂടെ ഒന്നാവണമെന്നാണ് ഞാൻ പറയുന്നത്. ആശ അംഗൻവാടിയും കൂടെ ഒരുമിച്ച് ചേർന്നാലോ വൻ ശക്തിയായി ഈ കേരളത്തിലല്ലേ? 33,000 അംഗൻവാടി ഉണ്ട് കേരളത്തിൽ. 1-2 33,000 അംഗൻവാടികളുണ്ട്. അപ്പോൾ 2 ആൾ വെച്ചിട്ടാകുമ്പോൾ 66 നിങ്ങൾ എത്ര പേരുണ്ട്? 10,000 കണക്കിന് ആൾക്കാരില്ലേ? ഇല്ലേ? എത്ര ആളുണ്ട് ഇപ്പോൾ? 26 ഇല്ലേ? 27. അപ്പോൾ 27 മറ്റതും കൂടെ 1,00,000 ആയില്ലേ? 1,00,000 ആളായില്ലേ? 1,00,000 മോശമാണ്. അതും സ്ത്രീകൾ. ഒരു സ്ത്രീ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചു പോകും. പക്ഷേ ഇറങ്ങേണ്ട പോലെ ഇറങ്ങിയാൽ അവർ പാവങ്ങളായി നിൽക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ കോപം സഹിക്കാനുള്ള ശക്തി ഈ സമൂഹത്തിനില്ല. അതുകൊണ്ട് അവർ പാവങ്ങളുടെ വരവ്. അതുള്ള നമ്മുടെ പുരാണങ്ങളിലൊക്കെ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലൊരു വരവ്, ആ കൊടുങ്ങല്ലൂരമ്മ. അതുകൊണ്ട് അപ്പോൾ സ്ത്രീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആര് തടുത്താലും തടുക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് അവർ പാവങ്ങളായിട്ട് അഭിനയിക്കുന്നത് അവർ ശക്തിയില്ലാത്തത് കൊണ്ടല്ല. എല്ലാവരും പറയും അവർ ദുർബല, അശക്ത, അത് അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ വളരെ ശക്തരാണ്. അവർ പക്ഷേ മര്യാദക്കാരാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരുമിക്കണം. ആശാ വർക്കർമാർക്ക് ഇപ്പോൾ എത്രയാണ് ശമ്പളം കിട്ടുന്നത്? 7,000. ഞാനിപ്പോൾ ഒരു വന്നപ്പോൾ എന്നോട് പിന്നെ പറയാണ് 3 മാസമായിട്ട് കുടിശ്ശികയാണല്ലേ. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ്റെ ശമ്പളം കുടിശ്ശികയാണോ? കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? MLA മാർക്ക് MP മാർക്ക് കിട്ടുന്നില്ലേ? ഈ പാവം ആശാ വർക്കർമാരുടെ ശമ്പള കുടിശ്ശിക വരുത്തുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? ശമ്പളം വാങ്ങിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നാണമുണ്ടോ? മരുമകനും മന്ത്രി, മൂപ്പരും മുഖ്യമന്ത്രി, എല്ലാവർക്കും ശമ്പളമുണ്ട്. പിന്നെ പോരാത്തതിൻ്റെ കമ്പനികളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഒരു ചെറിയ പൈസ എൻ്റെ മോൾക്ക് കിട്ടി 1.25 കോടി. അതൊക്കെ എന്ത്? ഏതോ 1.5 ഉറുപ്പ്യ കിട്ടിയെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. 1.25 കോടി. അതൊരു സാരമൊന്നും. ഇവിടെ നിങ്ങൾ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ നിങ്ങൾ പലരും? അതിന് പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അപ്പം എന്നാൽ തൊഴിലുറപ്പിന് പോയൊരു 330 ഉറുപ്പ്യ കിട്ടാൻ അതും സമ്മതിക്കില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് വെക്കണം. ആശാ വർക്കർമാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർക്ക് പറ്റുന്ന തരത്തിൽ പണിയെടുക്കാനുള്ള ഒരനുവാദം കൊടുക്കണം എന്നുള്ള മുദ്രാവാക്യം നിങ്ങളിതിൽ കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അല്ല, അതിരിക്കട്ടെ. ഞാൻ പറയുന്നത് അത് പരിശോധിക്കണം. കാരണം തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നവർക്ക് ആകെ 100 ദിവസമല്ലേ തൊഴിലുറപ്പുള്ളൂ.
ഉറങ്ങുന്ന ചെറിയ സമയമുള്ളൂ. രാത്രി 12 വരെ പണിയാണ്. രാത്രി 12:30 വരെ 1 മണി വരെയൊക്കെയാണ് പണി. ശരി, പക്ഷേ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ തൊഴിലുറപ്പിൽ വരാൻ പാടില്ല എന്നൊരു നിയമം വേണ്ടല്ലോ. അല്ല ചില സ്ഥലത്ത് അനുവാദം ഇല്ല. അപ്പം അതുകൊണ്ട് എന്തായാലും തൊഴിലുറപ്പുകാരും അംഗനവാടികൾ ടീച്ചർമാരും ആശാ വർക്കർമാരും കൂടെ ചേർന്നാൽ കേരളത്തിൽ വലിയൊരു സമരശക്തിയാണ്, ഒരു സാമൂഹിക ശക്തിയാണ്. അത് ഒരു സമരശക്തി മാത്രമല്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത്. വീണ ജോർജിനെ കണ്ടായിരുന്നു നമ്മൾ. അവർ പറയുന്നത് അനാവശ്യ സമരമാണെന്നൊരു വാക്കും പറഞ്ഞു. അതെ, വീണ ജോർജിന് ഇതിനോട് യാതൊരു ആവശ്യമില്ല. സാധാരണ പറഞ്ഞത് വീണ ജോർജ് പറഞ്ഞു പോലും ഇത് അനാവശ്യമാണ്. അനാവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അനാവശ്യമാണ്, നിങ്ങൾക്കല്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ ജോർജിനോടൊന്നും ഞാൻ പറയുന്നില്ല. പറയുകയാണെങ്കിൽ പിണറായി വിജയനോട് പറയാമെന്നല്ലാതെ വീണ ജോർജിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതിനേക്കാൾ ഇതിൽ വീണ വിജയനോട് പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് അവരുടെ കുടുംബകാര്യമാണ്. എന്തായാലും ശരി, ആശാ വർക്കർമാരുടെ കുടിശ്ശിക ഇപ്പോൾ എന്നോടിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കുന്നൊരു പദ്ധതി അല്ലേ? അത് ഏറ്റവും ശരിയായിട്ടുള്ളൊരു ഡിമാൻഡാണ്. ഞങ്ങളതിൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സെക്രട്ടറി കൂടി എന്നുള്ള നിലയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണി അടുത്ത തവണ പ്രകടന പത്രിക എഴുതുന്ന സമയത്ത് ആശാ വർക്കർമാർക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക, നല്ല തുക കൊടുക്കണം എന്ന മുദ്രാവാക്യം, അത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ഉയർത്തണം. നിങ്ങൾ ഇതിൽ ഉയർത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ, കാരണം എല്ലാം കൂടെ ഉയർത്തേണ്ടതുകൊണ്ടായിരിക്കും. അത് നിങ്ങൾ ഉയർത്തണം. രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ അവരുടെ ചെവിയിലേക്ക് ഒരു അമ്പ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ശക്തമായിട്ടത് പറയണം. ഞാനും ഇന്നിവിടെ വന്നപ്പോഴാണ് ഈ 3 മാസത്തെ കുടിശ്ശികയുടെ കാര്യം ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. അതല്ല, 3 മാസമായിട്ട് കുടിശ്ശികയുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ തുണ പറയുന്നതിന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആളുകളും ഇതുപോലെ രംഗത്തിറങ്ങി നേതാക്കന്മാരെ മുഴുവൻ മനസ്സിലാക്കിക്കുകയും ശക്തമായ പിന്തുണ എല്ലാവരുടെ നിന്ന് വാങ്ങിക്കണം. എന്തായാലും എൻ്റെ പാർട്ടിയായിട്ടുള്ള CMPയുടെ പൂർണ്ണമായ പിന്തുണ, അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇഷ്ടംപോലെ സമയമുണ്ട്, ആരും നിർത്താൻ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. വന്നതിൽ ഒരുപാട് സന്തോഷം.